ഗായ്സ്, നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അഫ്ഗാനി പനീർ റെസിപ്പി എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് ഒരു 2 പിടി പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പനീറിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മളിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ തണുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ മസാല പരട്ടി വെച്ചിരിക്കുന്ന പനീറൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ പനീറൊക്കെ ഒന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നോടെ വരെ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പനീർ ഭയങ്കര റബ്ബറി ആയി പോകും. അതുകൊണ്ടിട്ട് കുറച്ച് നേരം മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. പിന്നീട് സെയിം പാനിലേക്ക് ആ വെളിച്ചെണ്ണേൻ്റെ ഒപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ചേർത്ത് നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പനീറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് ഒറിഗാനോയും ഫ്രഷ് ക്രീമും ആണ്. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കറി എന്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ അഫ്ഗാനി പനീർ. വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.